മനോഹരമായ ഒരു ദിവസം കൂടെ നമുക്ക് സമ്മാനിച്ച ദൈവത്തിന് ആദ്യം നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ഞാൻ സാധാരണഗതിക്ക് ഋഷി സർ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, പ്രൊഡക്റ്റ് ട്രെയിനിങ് ആണ് ഞാൻ വരുന്ന സമയത്ത് കൂടുതലും അതിനെ പറ്റിയാണ് സംസാരിക്കാറുള്ളതെങ്കിലും ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കുറച്ച് സംശയങ്ങൾ നിവാരണം ചെയ്യുക എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് ഇന്ന് വന്നിട്ടുള്ളത്. ടീമിൽ ഒരുപാട് ആളുകൾ പല സംശയങ്ങളും ചോദിക്കാറുണ്ട്. ആ ഇടക്ക് നമ്മളെ സംബന്ധിച്ചോളം ഇന്ന് ഏറ്റവും കൂടുതൽ സംശയം ചോദിച്ചിട്ടുള്ളത് നമ്മുടെ വാർഷിക കട്ട് ഓഫുമായി ബന്ധപ്പെട്ടാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഇന്ന് വന്നിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ന് നമ്മളൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന മേഖല ഇന്ന് ഏതൊരു സാധാരണക്കാരനും അസാധാരണക്കാരനായി മാറാൻ കഴിയുന്ന തരത്തിൽ ഒരു ജീവിത സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന, ഏതൊരു സാധാരണക്കാരനും അവന്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുന്ന, സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുന്ന, ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ തയ്യാറുള്ള ഏത് മനസ്സുകൾക്കും ജീവിതത്തിലേക്ക് വിജയം ലക്ഷ്യം വെച്ച് മുന്നേറുന്ന ആർക്കും ആ വിജയം നേടിയെടുക്കാൻ സഹായിക്കുന്ന ഇന്ത്യയിലെ ഒരു നമ്പർ 1 കമ്പനിയാണ്, ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. അങ്ങനെ ഒരു കമ്പനിയിൽ അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന, ആത്മാർത്ഥമായി മനസ്സിലാക്കി പഠിച്ച് പ്രവർത്തിക്കുന്ന ഏതൊരാൾക്കും വിജയം ഉറപ്പാണ്. അതിന് തെളിവുകൾ 1, 2, 10, 100 അല്ല, ആയിരക്കണക്കിന് തെളിവുകൾ നിരത്തി വെക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ കമ്പനി ഇന്ന് വളർന്നു കഴിഞ്ഞു. ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും എല്ലാ അർത്ഥത്തിലും അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നമ്മുടെ കമ്പനി കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഏറെ അഭിമാനിക്കാം. നമുക്ക് MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി, ആ കമ്പനി ഇന്ന് എത്രയോ സാധാരണക്കാരെ അസാധാരണക്കാരനായി കോടീശ്വരന്മാരാക്കി മാറ്റി കഴിഞ്ഞു. നമുക്കറിയാം, ഈ കമ്പനി ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്ന, ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്ന ഒരു മികച്ച മാർക്കറ്റിംഗ് കമ്പനിയാണ്. ആ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് ഏതൊരു സാധാരണക്കാരനും അസാധാരണക്കാരനുമായ ഏതൊരു വ്യക്തിക്കും, ഏത് ജീവിതത്തിൽ ഏറ്റവും താഴെ തട്ടിലുള്ള ആളായാലും ഏറ്റവും ഉന്നത നിലയിൽ നിൽക്കുന്ന ആളുകളായാലും എല്ലാവർക്കും ആവശ്യം അവരവരുടെ ആരോഗ്യം നിലനിർത്തുക എന്നുള്ളതാണ്. ആ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന വെൽനസ് പ്രൊഡക്റ്റുകൾ, അതും ലോകോത്തര ഗുണനിലവാരമുള്ള ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്ന ഒരു കമ്പനി, ആ കമ്പനിയാണ് നമ്മളൊക്കെ ഉള്ളത്. നമുക്കറിയാം, ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് 2013 മാർച്ച് 14 എസ്റ്റാബ്ലിഷ് ചെയ്ത് പോന്നത്. ഇതിന്റെ ഹെഡ് ഓഫീസ് വരുന്നത് ചെന്നൈയാണ്. ചെന്നൈ ബേസ് ആയിട്ടാണ് ഈ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അവിടെ ഇതിന്റെ അഡ്രസ് എല്ലാവർക്കും അറിയാം, എങ്കിലും ഞാൻ ഒന്നുകൂടെ പറയാം. 2nd ഫ്ലോർ, ലാൻഗോ ഹൗസ്, നമ്പർ 25, GN ചെട്ടി റോഡ്, ടി നഗർ, ചെന്നൈ 600017. ഇതാണ് നമ്മുടെ കമ്പനിയുടെ ഹെഡ് ഓഫീസ്, രജിസ്റ്റർ ചെയ്ത ഹെഡ് ഓഫീസിന്റെ അഡ്രസ്. ഈ അഡ്രസ്സിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു കമ്പനി ഇന്ന് അതിനുശേഷം 11 വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. മാർച്ച് 14 എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഡേറ്റും മാർച്ച് 14 കഴിഞ്ഞു, 15 അല്ലേ, 15-16 ഒക്കെ റൈറ്റ്. കൃത്യം എത്ര കഴിഞ്ഞു? 2013 തുടങ്ങി കഴിഞ്ഞാൽ 2023 10 വർഷം, 24 11 വർഷമായി. 11 വർഷം പറഞ്ഞു 12 വർഷം നമ്മൾ ഒരു ഡസൻ എന്ന് വേണേൽ പറയാം, 12 വർഷം കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. ഈ കമ്പനിയിൽ അസോസിയേറ്റ് ചെയ്യുന്ന പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം, നമ്മൾ പറയുന്നത് ഈ കമ്പനിയിൽ അസോസിയേറ്റ് പ്രവർത്തിക്കണമെങ്കിൽ, നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് 1 രൂപ പോലും മുടക്കേണ്ട ആവശ്യമില്ല. തികച്ചും സൗജന്യമായി നമുക്ക് എല്ലാവർക്കും ഒരു ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസ് കമ്പനി തരാൻ തയ്യാറാണ്. പക്ഷേ ഒരു ഡിസ്ട്രിബ്യൂഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, എവിടെയായാലും നമുക്കൊരു സ്ഥലം വാങ്ങുകയാണെങ്കിൽ അതിന് രജിസ്ട്രേഷൻ ഉണ്ട്, അതിന് ഡോക്യുമെന്റുകൾ വില്ലേജ് ഓഫീസിലുണ്ടാകും, നമ്മുടെ രജിസ്ട്രാർ ഓഫീസിലുണ്ടാകും. അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും നമ്മുടെ ഇതിന്റെ കോപ്പികൾ പോകാറുണ്ട്. അപ്പോ നമ്മുടെ ഒരു ഡോക്യുമെന്റ് അതാത് സ്ഥാപനങ്ങളിൽ
സൂക്ഷിച്ചു വെക്കാറുണ്ട്. അതിന്റെ ഒരു പകർപ്പ് അവിടെ ഉണ്ടാവും. ആധാരമൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അറിയാം, ഒരു പകർപ്പ് അവിടെ ഉണ്ടാവും. അപ്പൊ ഇത് സൂക്ഷിച്ചു വെക്കുന്നത് പേപ്പറിലാണ്. ആ പേപ്പറിന്റെ അട്ടിയായിട്ട് കുറെ സാധനം കാണാം. അങ്ങനെ അട്ടിക്ക് ഒരുപാട് സാധനം അവിടെ സൂക്ഷിച്ചു വെക്കുന്നത് അതൊരു എക്സ്പെൻസ് തന്നെയാണ്. അതിനെ മെയിൻറ്റെയിൻ ചെയ്യണം. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. പേപ്പറിലല്ല സൂക്ഷിക്കുന്നത്, കമ്പ്യൂട്ടറിലാണ്. ആ കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കുന്ന സമയത്ത് അതിനും അതിന്റെ പിറകിൽ ഒരുപാട് എഫേർട്ട് ഉണ്ട്. ഒരാൾക്ക് ഒരു ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അത് സൂക്ഷിച്ചു വെക്കുന്നതിൽ മാത്രമല്ല, അവിടെ ഓരോ ദിവസവും വരുന്ന അപ്ഡേഷൻ നമുക്കറിയാം. നമുക്കൊരു ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്താൽ നമുക്കറിയാം, നമ്മുടെ ആ ആപ്ലിക്കേഷനിൽ ഓരോ ദിവസവും നടക്കുന്ന, ഓരോ മിനിറ്റിലും നടക്കുന്ന സെയിൽസ് ഒക്കെ അവിടെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അത് അതാത് സമയത്ത് അപ്ഡേറ്റ് ചെയ്ത് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. തീർച്ചയായും അങ്ങനെ ഒരുപാട് ഐഡികൾ ഏത് സമയത്ത് ഒരു ഐഡി രജിസ്റ്റർ ചെയ്ത് 1 മാസമായാലും 2 മാസമായാലും 3 മാസമായാലും 1 വർഷമായാലും ഒക്കെ അതിലൊരു അപ്ഡേഷൻ വരുന്ന സമയത്ത് ആ സ്പോട്ടിൽ അവിടെ മാറ്റം വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ആക്റ്റീവ് തന്നെയാണ്. അങ്ങനെ ഒരുപാട് ഐഡികൾ, ഡിസ്ട്രിബ്യൂഷൻ ഐഡികൾ ഇത് സൂക്ഷിച്ചു വെക്കുന്ന, സ്റ്റോർ ചെയ്യുന്ന സെർവർ, ആ സെർവർ എല്ലാ വർഷവും റിപ്പയർ നടക്കാറുണ്ട്. അത് ഇടയ്ക്കൊക്കെ നടക്കാറുണ്ട്, എങ്കിലും സെർവറിൽ എല്ലാ വർഷവും റിപ്പയർ നടക്കാറുണ്ട്. എല്ലാ സമയത്തും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും വർഷത്തിലൊരു ക്ലിയർ അപ്ഡേഷൻ നടത്താറുണ്ട്. നമുക്കറിയാം, ഈ ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, വിതരണം ചെയ്യാനുള്ള ലൈസൻസ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ നടക്കേണ്ടത് ഉൽപ്പന്നങ്ങൾ ശേഖരിക്കലും വിതരണവും തന്നെയാണ്. നമുക്ക് കിട്ടിയ ലൈസൻസും ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസ് ആണ്. ഈ ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസ് കിട്ടിയ എല്ലാ വ്യക്തികൾക്കും അറിയാം, നിങ്ങളുടെ ID ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ID ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ID-യിൽ ഏറ്റവും താഴെയായി നമ്മൾ ഡാഷ്ബോർഡൊക്കെ എടുത്ത് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ താഴോട്ട് കാണാം മിനിമം പർച്ചേസ് കണ്ടീഷൻ എന്ന് പറയുന്നൊരു കണ്ടീഷൻ കാണാം. എല്ലാ ID-കൾക്കും അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. എല്ലാ മാസവും ഒരു മിനിമം പർച്ചേസ് നടത്തേണ്ടത് ആവശ്യമാണ്. അതായത് ഒരു ഡിസ്ട്രിബ്യൂഷൻ ആക്റ്റീവ് ആകണം എന്ന് കമ്പനി എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. അതാണ് കമ്പനിയെ സംബന്ധിച്ചുള്ള ആവശ്യം. ഇത് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ആ ഡിസ്ട്രിബ്യൂഷനിലെ കൂടെ ബിസിനസ് നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വരുമാനം കൊടുക്കുന്നത്. കമ്പനിയുടെ ആവശ്യവും ഉൽപ്പന്നങ്ങൾ വിറ്റുപോകലാണ്. മാക്സിമം ഉൽപ്പന്നങ്ങൾ വിറ്റുപോകണമെങ്കിൽ മാക്സിമം ആളുകൾ ഇതിൽ പ്രവർത്തിക്കുന്ന ആളുകളായി മാറണം. അപ്പൊ തീർച്ചയായും അവിടെ എല്ലാ മാസവും ഒരു കട്ട് ഓഫ് വരാറുണ്ട്, വീക്കിലി കട്ട് ഓഫ് വരാറുണ്ട്. വീക്കിലി കട്ട് ഓഫിന് നമ്മളോട് പർച്ചേസ് ആവശ്യപ്പെടുന്നില്ല. ടീമിൽ നടക്കുന്ന കച്ചവടത്തിന്റെ ലാഭം തരാം എന്ന് പറയുന്നു. പക്ഷെ മാസത്തിൽ ഒരു ദിവസം എല്ലാ ഡിസ്ട്രിബ്യൂട്ടറോടും കമ്പനി ഇത് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോ സ്വാഭാവികമായിട്ടും നമുക്ക് വരുമാനം ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചോളം ചിലപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കാറില്ല, അത് കമ്പനിയും കെയർ ചെയ്യാറില്ല. അപ്പോ നമ്മൾ മന്ത്ലി കട്ട് ഓഫ് എന്ന് പറയും. ഞാൻ പറഞ്ഞു 2013 മാർച്ച് 14 കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇന്ന് കമ്പനിയെ സംബന്ധിച്ചോളം 152ാമത്തെ വീക്ക്, മന്ത്, 152 മാസം പിന്നിട്ട് കഴിഞ്ഞു. അപ്പോ ഓരോ മാസവും മന്ത്ലി കട്ട് ഓഫ് എന്ന് പറയുന്ന സമയത്ത് കമ്പനിയെ സംബന്ധിച്ചോളം നമുക്ക് എല്ലാ വർഷവും 12 മാസമാണെങ്കിൽ നമുക്ക് 13 മാസം ഉണ്ടാവും. അതെല്ലാവർക്കും അറിയാം. അതെന്ത് കണക്കാന്ന് ചോദിക്കണ്ട. 28 ദിവസം 365 ഹരിക്കണം 28 ദിവസം ആകുമ്പോൾ 13 കിട്ടും. നമുക്ക് മാസം 30, 31, 28 ആ കണക്കല്ല. ഫെബ്രുവരി 28, 29 അല്ലാത്ത മാസങ്ങളിൽ 30, 31 ആ റേഞ്ചും അല്ല. കമ്പനിയെ സംബന്ധിച്ചോളം 4 ആഴ്ച കൂടുമ്പോഴാണ് ഒരു കട്ട് ഓഫ് വരുന്നത്. അങ്ങനെ ഓരോ കട്ട് ഓഫും വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ 140ാമത്തെ മാസം മുതൽ 152ാമത്തെ മാസം വരെ അത്രയും സമയം കൊണ്ട്, അത് കഴിഞ്ഞ 7-ാം തീയതി കൊണ്ട്, ഈ മാർച്ച് 7-ാം തീയതി കൊണ്ട് 140 മുതൽ 152 വരെ എന്ന് പറയുന്ന ഒരു വർഷം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി കമ്പനിയെ സംബന്ധിച്ചോളം 153 മുതൽ 165 വരെ ഉള്ള ഒരു മാസമാണ് ഇനി അടുത്ത ഇയർലി കട്ട് ഓഫ് ആയിട്ട് അടുത്തത് വരുന്നത്. അപ്പോ ഇവിടെ എല്ലാ മാസവും നമുക്ക് ഒരു മന്ത്ലി കട്ട് ഓഫിന്റെ ഭാഗമായിട്ട് മിനിമം പർച്ചേസ് കണ്ടീഷൻ പറയുന്നുണ്ട്. എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സും മിനിമം പർച്ചേസ് കണ്ടീഷൻ
അല്ലെങ്കിൽ ഒരു മന്ത്ലി ഒരു പർച്ചേസ് നടത്താൻ ബാധ്യസ്ഥമാണ്. അല്ലാത്ത ഐഡികളിൽ പറഞ്ഞു വരുന്നത്, അല്ലാത്ത ഐഡികൾ നിങ്ങളെ സെയിൽസിനനുസരിച്ചുള്ള വരുമാനം തരുന്നില്ല എന്ന് മാത്രമേ പറയുന്നത്. വരുമാനം തരില്ല. വരുമാനം കിട്ടണമെങ്കിൽ മാസത്തിൽ 1000 രൂപയുടെ പർച്ചേസ്, റാങ്കിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോ ഈ കട്ട് ഓഫിനനുസരിച്ച് നിങ്ങൾ അത് നടത്തിയില്ലെങ്കിൽ തരില്ല എന്ന് പറയാം. അപ്പൊ ഒരു മാസം വരെയൊക്കെ ചിലപ്പം വിട്ടുപോകുന്നൊക്കെ കമ്പനിയും ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ വിട്ടുപോയത് കൊണ്ട് ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് വരുമാനം കൊടുക്കുന്നത് ഇല്ലാതായി പോലും. പക്ഷെ ഓർമ്മപ്പെടുത്തണം, ആ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഒരു 4 ആഴ്ച കൂടെ വരുമാനം തരാതെ, വരുമാനം എന്തുകൊണ്ട് തരുന്നില്ല എന്ന് നോക്കുന്ന സമയത്ത് മിനിമം പർച്ചേസ് കണ്ടീഷൻ നിങ്ങൾ പാലിച്ചിട്ടില്ല, അതുകൊണ്ട് ഇല്ല, ചെയ്തോളൂ, തരാം, പെൻഡിങ് ആയിട്ട് അവിടെ വെക്കും 1 മാസം വരെ. ആ 1 മാസവും നിങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ നേരത്തെ നടന്ന ആ മാസത്തെ വരുമാനം മുഴുവൻ ക്യാരി ഫോർവേഡ് അല്ല, അടിച്ചു പോകും. അല്ലെങ്കിൽ കമ്പനി അത് ഫ്രീസ് ചെയ്യും. അതുകൊണ്ട് കമ്പനി വളരെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന ഒരു മിനിമം അവനവന്റെ കട തുറന്നു നോക്കി 1 മാസത്തിൽ അവന്റെ ലെഡ്ജർ ബുക്ക് ഓപ്പൺ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അയാളാണല്ലോ കച്ചവടക്കാരൻ, ബിസിനസ്സുകാരൻ. അവർക്ക് വരുമാനം കൃത്യമായി കൊടുക്കുന്നുണ്ട്. പക്ഷേ എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോടും ആ കടുംപിടുത്തം അല്ലെങ്കിൽ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ കമ്പനി വെക്കുന്നില്ല. കടുംപിടുത്തം എന്ന് പറഞ്ഞുകൂടാ, റെസ്ട്രിക്ഷൻ വെക്കുന്നില്ല. ഒരു പുതിയതായി അസോസിയേറ്റ് ചെയ്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അവരുടെ സൈറ്റിൽ നോക്കിയാലും കാണാം മിനിമം പർച്ചേസ് കണ്ടീഷൻ ഫെയിൽഡ് എന്ന് വേണേൽ കാണിക്കും. പക്ഷെ വരുമാനം കൊടുക്കാതിരിക്കാറില്ല. കാരണം അവർക്ക് അറിയില്ല എന്ന് കമ്പനിക്കും അറിയാം. ഒരു പുതിയ ഡിസ്ട്രിബ്യൂട്ടറാണ്, അദ്ദേഹത്തിന് കാര്യമായിട്ട് വിവരങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ ഒരു 10,000 രൂപയുടെ വരുമാനം, 10,000 രൂപയെങ്കിലും വരുമാനം വരുന്നത് വരെ അത് കമ്പനി വളരെ സ്ട്രിക്റ്റ് ആക്കി വെക്കാറില്ല, കൊടുക്കാറുണ്ട്. പക്ഷെ പിന്നീട് അങ്ങോട്ട്, അതായത് ഏകദേശം ഒരു 75,000-80,000 BVക്ക് ശേഷം പിന്നെയും ഇത് ശ്രദ്ധിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ ഒന്ന് വരുമാനം ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഓർമ്മിപ്പിക്കും. അവിടുന്ന് അങ്ങോട്ട് നമ്മൾ ലീഡറാണ്, അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ള ലെവലിൽ നമ്മൾ മാറി ഒരു ഉത്തരവാദിത്തപ്പെട്ട ഡിസ്ട്രിബ്യൂട്ടറായി നമ്മൾ മാറുന്നുണ്ട്. ആ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾ കൃത്യമായി കാര്യങ്ങൾ, കണക്കുകൾ നോക്കി കൊണ്ടുപോകണം എന്നുള്ളത് കൊണ്ടാണ് അവിടുന്ന് അങ്ങോട്ട് മന്ത്ലി പർച്ചേസ് കണ്ടീഷൻ നിർബന്ധമാക്കി വരുന്നത്. എന്ന ഈ ബിസിനസ്സിലേക്ക് വന്ന് ഒരു വർഷത്തിനിടക്ക് ഒരു പർച്ചേസും നടത്താത്ത ഐഡികൾ, അത് അവിടെ നിലനിർത്തേണ്ട ആവശ്യമില്ല എന്നാണ് കമ്പനിയുടെ തീരുമാനം. അതായത് 13 മാസം, കമ്പനിയെ സംബന്ധിച്ചോളം 13 മാസത്തിനിടക്ക് ഒരു പർച്ചേസ് നടത്താത്ത ഐഡി നിലനിർത്തേണ്ടതില്ല. ഇനി പർച്ചേസ് നടത്തിയ ഐഡികളായാലും അവരോടും പറയുന്നത്, നിങ്ങൾക്ക് വരുമാനം തരണമെങ്കിൽ മാസത്തിൽ ഒരു പർച്ചേസ് നടത്തണം എന്ന് പറയുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അവിടെ ഡിസ്ട്രിബ്യൂഷൻ നിലനിർത്തണമെങ്കിൽ വർഷത്തിൽ ഒരു കട്ട് ഓഫ് ഉണ്ട്. എല്ലാ വർഷത്തെ കട്ട് ഓഫിലും ആ കട്ട് ഓഫിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മിനിമം 1000 രൂപയുടെ പർച്ചേസ് നടത്തണം വർഷത്തിൽ. അല്ലാത്ത മന്ത്ലി കട്ട് ഓഫിനൊക്കെ ഓരോ റാങ്കിനനുസരിച്ച് അവരവർക്ക്, എന്നെ സംബന്ധിച്ചിടത്തോളം RTCയിൽ 2000 ആണ്, NTCക്ക് 2500 3000 ആണെന്ന് തോന്നുന്നു, അത് ഉമർസാൻ അറിയാം. STC 1500 രൂപക്കാണ് വാങ്ങേണ്ടത്. ZTC മുതൽ താഴോട്ടുള്ള ആളുകൾ 1000 രൂപക്ക് വാങ്ങിയാൽ മതി. അതാണ് കണക്ക്. നേരത്തെ ബിസിനസ് വോളിയം ആയിരുന്നു 750 ബിസിനസ് വോളിയം, 1125 ബിസിനസ് വോളിയം, 1500 ബിസിനസ് വോളിയം എന്നുള്ള രീതിയിലായിരുന്നെങ്കിൽ ഇന്ന് ബിസിനസ് വോളിയത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്പനി ഒന്ന് അതിനെ മാറ്റി എല്ലാവർക്കും സൗകര്യപ്രദമാകുന്ന രീതിയിൽ ക്യാഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതിനനുസരിച്ചുള്ള വാങ്ങിയാൽ മതി. പക്ഷേ ഇയർലി കട്ട് ഓഫിന്റെ അടിസ്ഥാനത്തിൽ കമ്പനി പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ റാങ്ക് നോക്കണ്ട, മിനിമം 1000 രൂപയുടെങ്കിലും പർച്ചേസ് നിങ്ങൾ ആ ഐഡിയിൽ വാങ്ങിയിട്ടില്ലെങ്കിൽ ആ ഐഡി എന്നേക്കുമായി അവിടെ അവിടെ ടെർമിനേറ്റ് ചെയ്യും, ഒഴിവാക്കും. അതിന് ഡാറ്റ ശേഖരിച്ചു വെക്കേണ്ട ആവശ്യം കമ്പനിക്കില്ല. 100% സത്യമാണ്. കാരണം നമ്മുടെ നാട്ടില് എത്രയോ ബിൽഡിങ്ങുകളിൽ കടകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടാവും. ആ ഒഴിഞ്ഞു കിടക്കുന്ന കട ചില ആളുകൾ അഡ്വാൻസ് കൊടുത്ത് എനിക്കൊരു കച്ചവടം തുടങ്ങണം എന്ന് പറഞ്ഞ് വാടകയ്ക്ക് എടുത്തു വെച്ച് 1 മാസം 2 മാസം 3 മാസം ഇങ്ങനെ ഓരോ മാസം കഴിയുമ്പോൾ ഓണർ ഈ വാടകയ്ക്ക് എടുത്ത ആളോടിക്കും, അല്ല കച്ചവടം തുടങ്ങുന്നില്ലേ, എന്താ പരിപാടി, ഇതിങ്ങനെ ഒഴിച്ചിടല്ല, എന്തെങ്കിലും തുടങ്ങ് എന്ന് പറയും. എനിക്കിങ്ങനെ വാടക തന്നാ മതിയോ, നീ ചെയ്യണ്ടേ, കച്ചവടം ചെയ്യണ്ടേ, നിനക്ക് എന്തെങ്കിലും കിട്ടണ്ടേ എന്നൊക്കെ ചോദിക്കും.
അങ്ങനെ ഒരു വർഷമൊക്കെ ആയിട്ട് ഒന്നും ചെയ്യാത്ത, കച്ചിട്ട് എഴുതി വാടകയ്ക്ക് എടുത്ത വാടക കുടിയാനോട് ഓണർ പറയും, മോനെ നീ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ വെറുതെ വാടക എനിക്ക് തരണ്ട, അത് ആവശ്യമുള്ള വേറെ ആക്കി ഞാൻ കൊടുത്തോളാം, നീ ഒഴിഞ്ഞു തന്ന് പറയാറില്ലേ? ഇവിടെ അത് തന്നെയാണ്, ഒഴിഞ്ഞു കൊടുക്കാൻ പറയും. ഒരു വർഷത്തിനടക്ക് ഒരു പർച്ചേസ് നടത്താത്ത ഐഡികൾ ഒഴിഞ്ഞു കൊടുക്കുക, വേണ്ടാന്ന് വെക്കുക. നിങ്ങൾക്ക് വേണേ പുതിയ ഐഡി എടുക്കുക. പകരം ഇവിടെ കമ്പനി പറയുന്നത് ഈ പറഞ്ഞ 7-ാം തീയതി, കഴിഞ്ഞ 7-ാം തീയതി മാർച്ച് 7-നാണ് നമ്മുടെ എന്ത് കഴിഞ്ഞത്? 152-ാമത്തെ കട്ട് ഓഫ്. 140 മുതൽ 152-ാമത്തെ വരെയുള്ള കട്ട് ഓഫിന്റെ, ഞാൻ പറയാം, കഴിഞ്ഞ ഒരു വർഷത്തെ കട്ട് ഓഫ് നടന്നത് മാർച്ച് 7 വരെയുള്ള ഡേറ്റ് ആണ്. ആ മാർച്ച് 7 വരെയുള്ള ഡേറ്റിൽ ഈ അവസാനത്തെ 7-ാം തീയതി ഒരു ഇയർലി കട്ട് ഓഫ് ആയിരുന്നു. അത് നിങ്ങൾ വാങ്ങിയോ ഇല്ലയോ ഇതാ ചോദിച്ചത്. അവസാനത്തെ കട്ട് അവസാനത്തെ മാസം, അതായത് 152-ാമത്തെ മാസം, 152-ാമത്തെ മാസം, അതായത് 152-ാമത്തെ മാസം എന്ന് പറയുന്നത് 14/2/2025 മുതൽ 7/3/2025 വരെയുള്ള ഈ മാസത്തിൽ നിങ്ങൾ ഇയർലി കട്ട് ഓഫിന്റെ പർച്ചേസ് നടത്തിയോ എന്ന ചോദ്യം. ഇല്ലെങ്കിൽ നിങ്ങളോട് പറയുന്നത് ഈ സമയത്തിനടുക്ക്, ഈ 14/2/2025 മുതൽ 7/3/2025 വരെയുള്ള കാലയളവിൽ 1000 രൂപയുടെ പർച്ചേസ് നടത്തിയ ഐഡികൾ ഒന്നും പോവില്ല. അത് നടത്താതെ, അതായത് 14/2/2025 മുമ്പേ നിങ്ങൾ വാങ്ങിയാലും വാങ്ങിയില്ലെങ്കിലും ഈ 14 മുതൽ ഈ പറയുന്ന 7/2 വരെയുള്ള ആ കാലയളവിൽ 1000 രൂപയുടെങ്കിലും പർച്ചേസ് നടത്തിയ ഐഡികളൊന്നും നഷ്ടപ്പെടില്ല. അതിന് മുമ്പേ ചിലപ്പോൾ നിങ്ങൾ ഒരു 6 മാസം മുമ്പേ ഒക്കെ വാങ്ങിയിട്ടുണ്ടാവും. എങ്കിലും ഈ ഇയർലി കട്ട് ഓഫിൽ നിങ്ങൾ നടത്തിയില്ലെങ്കിൽ ആ ഐഡി എന്നേക്കുമായി ഫ്രീസ് ചെയ്യും. അതിന് ഇത് എല്ലാ വർഷവും ഉള്ളതാണ്. ഇനി വരാൻ പോകുന്നത് ഞാൻ പറഞ്ഞു 165-ാമത്തെ മാസം. ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾ 165-ാമത്തെ മാസം കമ്പനിയുടെ കലണ്ടർ നോക്കിയാൽ മതി. 165-ാമത്തെ മാസവും കമ്പനി ഇതേ ഒരു കണ്ടീഷൻ വെക്കും. എല്ലാ വർഷവും ഉള്ളതാണ്. ആ സമയത്തും നിങ്ങൾ ഒന്നും നടത്തിയിട്ടില്ലെങ്കിൽ, ആ സമയത്ത് 165-ാമത്തെ മാസം 1000 രൂപയുടെ പർച്ചേസ് നടത്താത്ത ഐഡികൾ മുഴുവൻ ആ സമയത്തും കമ്പനി ഇതേപോലെ ഒന്ന് കംപ്രസ് ചെയ്ത് ഒഴിവാക്കും. ഇപ്പൊ നമുക്ക് 142 കഴിഞ്ഞ് 143 അപ്പൊ കമ്പനി ഒരു റിമൈൻഡർ തരുന്നുണ്ട്, നിങ്ങൾക്ക് അവസാനത്തെ കട്ട് ഓഫിന് നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിൽ 1 മാസം ഞങ്ങൾ എക്സ്റ്റൻഷൻ തരാം. എക്സ്റ്റൻഷൻ ആണ് ഇപ്പൊ കിട്ടിയത്. ഇപ്പൊ നമുക്ക് 153-ാമത്തെ ഇതാണ്, ഇത് മാസമാണ്. 152 കഴിഞ്ഞു, ഒരു സാമ്പത്തിക വർഷം കഴിഞ്ഞു. അടുത്ത 153 എന്ന് പറഞ്ഞ ഈ പറഞ്ഞ മാർച്ച് 14, മാർച്ച് 21, മാർച്ച് 28, ഏപ്രിൽ 4, 1 മാസം കൂടെ എക്സ്റ്റൻഷൻ തന്നിട്ടുണ്ട്. ഈ സമയത്തിനിടയ്ക്കെങ്കിലും നിങ്ങൾ ഒരു 1000 രൂപയുടെ പർച്ചേസ് നടത്തണം, എങ്കിൽ ആ ഐഡി കംപ്രസ് ചെയ്യില്ല. ഇതാണ് ആവശ്യപ്പെട്ടത്. ഞാൻ പറഞ്ഞു ഈ 7-ാം തീയതി വരെയുള്ള സമയത്തിനിടക്ക് നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ബാധകമാവില്ല. പക്ഷേ ഫെബ്രുവരി 14-ന് മുമ്പേ വാങ്ങിയ ഐഡികളായാലും, ഫെബ്രുവരി 14-ന് മുമ്പേ നിങ്ങൾ ചിലപ്പോൾ 1000 രൂപയുടെ വാങ്ങിയിട്ടുണ്ടാവും, 14-ന് മുമ്പേ. പക്ഷെ 14-നാണ് വാങ്ങിയെങ്കിൽ അതും കട്ടാവില്ല. ഫെബ്രുവരി 14 മുതൽ ഇങ്ങോട്ട് 1000 രൂപയുടെ പർച്ചേസ് നടത്തിയ ഐഡികളൊന്നും കട്ടാവില്ല. അതിന് മുമ്പേ നടത്തിയ ഐഡികൾ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് കാണാം, റെഡ് മാർക്ക് കാണാം. ഇനി ഇതെങ്ങനെ നമ്മൾ ഐഡി കട്ടാകും ഇല്ല എന്ന് നോക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ഐഡി നിങ്ങളുടെ ആപ്ലിക്കേഷൻ ത്രൂ ഓപ്പൺ ചെയ്യുന്നതിന് പകരം ഗൂഗിൾ ക്രോം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഒരു നമ്മളത് ആപ്ലിക്കേഷനിൽ കൂടെ, ഗൂഗിൾ ക്രോമിൽ കൂടെ www.milifestylemarketing മാർക്കറ്റിംഗ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ .com അടിച്ചു കഴിഞ്ഞാൽ www.milifestylemarketing.com എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൈലൈഫിന്റെ സൈറ്റ് ഓപ്പൺ ആവും. MI ലൈഫ് സ്റ്റൈൽ എന്ന് കാണും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. ലോഗിൻ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് എൻ്റർ ID, പാസ്വേഡ്, അതേപോലെ തന്നെ കൺഫർമേഷൻ കോഡ്, ഇത് 3 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ID ഓപ്പൺ ആയി കഴിയും.
ID ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതിൽ MI ജീനിയോളജി എടുക്കുക, നമ്മുടെ ട്രീ വ്യൂ എടുക്കുക. ട്രീ വ്യൂ എടുത്തു കഴിഞ്ഞാൽ താഴോട്ട് ക്ലിക്ക് ചെയ്ത് പോകുന്നതനുസരിച്ച് എല്ലാ ഐഡികളും നമുക്ക് അവിടെ പ്രദർശിപ്പിക്കപ്പെടും. ആ ഐഡികളിൽ ഏതൊക്കെയാണോ റെഡ് മാർക്ക് ഉള്ളത് അതിലൊക്കെ ഇയർലി കട്ട് ഓഫിന്റെ ഭാഗമായിട്ടുള്ള 1000 രൂപയുടെ പർച്ചേസ് നമ്മൾ നടത്തണം. അപ്പോ ഏതൊക്കെ ഡിസ്ട്രിബ്യൂട്ടറാണ് ID നഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളത് എന്ന് നമുക്ക് അവിടെ കാണിക്കാൻ പറ്റും. അവിടെ അവരോട് ആ ഐഡിയിൽ നിർബന്ധമായും 1000 രൂപയുടെ പർച്ചേസ് നടത്തിക്കുക. ID നിലനിർത്തണം എന്നുള്ള ആവശ്യമുണ്ടെങ്കിൽ, ഇനി എപ്പോഴെങ്കിലും സാധനം വാങ്ങുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നമ്മൾ അതിന് വലിയ റിസ്ക് എടുക്കണമെന്നില്ല. അവർ പിന്നെയും വേറൊരു ID അടിച്ചോട്ടെ, അവർക്ക് ഇനിയും കിട്ടും ഇതേ വില കുറവിന്, എപ്പോഴും അടിക്കുക ID. അങ്ങനെ ചെയ്യിക്കുക. ഇനി സ്വന്തം ID, നമ്മൾ ഓപ്പൺ ചെയ്ത ID പോകുന്നുണ്ടോ പോകുന്നില്ലയോ എന്ന് അവിടെ കാണിക്കില്ല. അതിന് റെഡ് മാർക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു സംശയ നിവാരണത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അപ്ലൈനോട് ചോദിക്കുക, എന്റെ ID പോകുന്നുണ്ടോ എന്ന് നോക്കണം എന്ന് പറയാം. ഇനി അത് ചോദിക്കാൻ പോകണമെന്നില്ല. നിങ്ങൾ ആ IDയിൽ എല്ലാ ആളുകളും സ്വന്തം IDയിൽ 1000 രൂപയുടെ പർച്ചേസിങ് നടത്തിയേക്ക്. ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസ് ഉള്ള ഡിസ്ട്രിബ്യൂട്ടറായി പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം 1000 രൂപയുടെ പർച്ചേസ് ഒന്നുമല്ല. എന്തായാലും പ്രൊഡക്റ്റ് വാങ്ങേണ്ടതല്ലേ. മന്ത്ലി കട്ട് ഓഫ് ഒക്കെ ഉണ്ടല്ലോ. പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ച് മന്ത്ലി കട്ട് ഓഫ് ഉണ്ട്. അതിന്റെ ഭാഗമായി 1000 എന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ മന്ത്ലി പർച്ചേസ് എത്രയാണോ നടത്തേണ്ടത് അത് എന്ത് ചെയ്യുക, ഈ വരുന്ന 4-ാം തീയതിക്കുള്ളിൽ നമ്മുടെ ഒരു മന്ത്ലി പർച്ചേസ് നിരക്ക് ആ IDയിൽ നടന്നു എന്ന് ഉറപ്പ് വരുത്തുക. ഇത്രയും ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കമ്പനിയെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം കമ്പനി നമുക്ക് നൽകിയിട്ടുള്ള ഈ IDയുടെ വാല്യൂ മനസ്സിലാകുന്ന ആളുകൾക്ക്, കാരണം ഇതിനെപ്പറ്റി വലിയ ബോധ്യമില്ലാത്ത ഒരാളെ സംബന്ധിച്ചോളം എന്തോ ഒരു 10 നമ്പറാണ്, ഒരു മൊബൈൽ നമ്പർ പോലെ ഒരു നമ്പർ മാത്രമാണ്. എന്നാൽ ഇതിന്റെ വ്യാപ്തി മനസ്സിലാക്കിയ, ഇതിന്റെ സാധ്യതകൾ മനസ്സിലാക്കിയ ഒരു ഡിസ്ട്രിബ്യൂട്ടറെ സംബന്ധിച്ചോളം കോടികൾ വില വരുന്ന ഒരു വലിയ പ്ലോട്ട് തന്നെയാണ് നമ്മുടെ കയ്യിലുള്ളത്. അത് നഷ്ടപ്പെടണോ വേണ്ടയോ എന്നുള്ളത് അവരവർ തീരുമാനിച്ചാൽ മതി. അപ്പോ ചില ആൾ പറയും, സാറേ എനിക്ക് 3 ID ഉണ്ട്, 1 മതി, 2 പോട്ടെ, അത് പിന്നെയും വേണം ചെയ്യാലോ. അതിന്റെ മൂല്യം അറിയാത്തതുകൊണ്ട്. നമ്മൾ റോഡിന്റെ സൈഡിലുള്ള സ്ഥലം, ഏറ്റവും കണ്ണായ സ്ഥലം, അതിനോട് ചേർന്ന് അപ്പുറത്തും ഇപ്പുറത്തും ഓരോ സ്ഥലമുണ്ട്. ആ ബിൽഡിംഗ് എടുക്കുന്ന സമയത്ത് മനസ്സിലാവും ആ സ്ഥലം ഇല്ലായിരുന്ന ഉണ്ടാവും ബുദ്ധിമുട്ട്. അതേപോലെ ഇവിടെ നിങ്ങൾക്ക് കിട്ടിയ ഐഡികൾ, ഡിസ്ട്രിബ്യൂഷൻ ID, സ്ഥലം, ആ പ്ലോട്ട് നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടത് അവരവരുടെ ഉത്തരവാദിത്തമാണ്. അതിന് ഇപ്പൊ ഒരു 1000 രൂപ വിലയിടുന്നതെന്ന് വിചാരിക്കണ്ട. ഇനി ഒന്നും ചെയ്യാതെ കിടക്കുന്ന തരിശ് ഭൂമിയായാലും വില്ലേജിൽ നിന്ന് എല്ലാ വർഷവും നികുതി ഈടാക്കാറുണ്ട് അല്ലേ. ഒരു പൈസയുടെ സാധനം ഇങ്ങോട്ട് കിട്ടൂല, അങ്ങോട്ട് കൊടുക്കൽ മാത്രമേ ഉള്ളൂ. ഇവിടെ അങ്ങനെ കൊടുക്കുന്നതല്ല. 1000 ഇവിടെ പ്രൊഡക്റ്റ് വാങ്ങാനാ പറഞ്ഞത്, നിങ്ങളോട് ഇങ്ങോട്ട് വാങ്ങാനാ പറഞ്ഞത്. അല്ലാണ്ട് കമ്പനിക്ക് വെറുതെ കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. കമ്പനി ഇന്നേ വരെ 1 രൂപ ആവശ്യപ്പെട്ടിട്ടില്ല. ഒരു കച്ചവടക്കാരനാണെങ്കിൽ അവനവന്റെ വീട്ടിലേക്കുള്ള സാധനങ്ങളും വാങ്ങണ്ടേ. കച്ചവടം രണ്ടാമത്തത്. അവനവന്റെ വീട്ടിലേക്ക് ഉപയോഗിക്കാനുള്ള ഉൽപ്പന്നങ്ങളെങ്കിലും വാങ്ങാത്ത ഒരു ഡിസ്ട്രിബ്യൂഷൻ ID അല്ല, ഒരു കസ്റ്റമർ ID നിലനിർത്തേണ്ട ആവശ്യം കമ്പനിക്കില്ല. അപ്പോ നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പൊ ചില ആളുകൾ, ഞാൻ ഈ പറഞ്ഞതുപോലെ എപ്പോഴാണ് വരുന്നത്, 14/2 ഫെബ്രുവരി 14 മുമ്പേ ചിലപ്പോൾ നിങ്ങൾ വാങ്ങിയിട്ടുണ്ടാവും IDയിൽ. എന്നാലും ഫെബ്രുവരി 14 മുതൽ ഇങ്ങോട്ട് വാങ്ങാത്ത ആളുകൾ അത് വാങ്ങി എന്ന് ഉറപ്പ് വരുത്തുക. ഇപ്പൊ നടന്ന ഒരു എക്സ്റ്റൻഷൻ ആണെന്ന് മനസ്സിലാക്കുക. ഈ 7-ാം തീയതിക്ക് ശേഷം തരുന്നത് എക്സ്റ്റൻഷനാണ്. അപ്പോ വരുന്ന കഴിഞ്ഞ 7-ാം തീയതിക്ക് ശേഷം തരുന്നത് എക്സ്റ്റൻഷൻ ആണ്. ഇപ്പം 14-ാം തീയതി എക്സ്റ്റൻഷൻ ആണ്, എക്സ്റ്റൻഷൻ ഡേറ്റ് ആണ്. ഇനി 21 എക്സ്റ്റൻഷൻ ആണ്, 28-ാം തീയതി എക്സ്റ്റൻഷൻ ആണ്, 4-ാം തീയതി ലാസ്റ്റ് എക്സ്റ്റൻഷൻ ആണ്. തീർച്ചയായും അത് വാങ്ങി എന്ന് ഉറപ്പ് വരുത്തുക. അപ്പോ കമ്പനി പറയുന്നത് ഇത്രയേ ഉള്ളൂ, 1000 രൂപയുടെ പർച്ചേസ്. അത് ഇയർലി കട്ട് ഓഫ് ആണ്. ഇനി ഈ വർഷം കൊണ്ട് അവസാനിക്കുന്നതല്ല. ഞാൻ പറഞ്ഞു അടുത്ത വർഷവും ഇത് വരാൻ പോവാ. 165-ാമത്തെ മാസത്തെ നിങ്ങൾ നോക്കി കലണ്ടർ നോക്കിയാൽ മതി. 165-ാമത്തെ മാസത്തെ ലാസ്റ്റ് കട്ട് ഓഫ് എപ്പോഴാണോ ആ സമയത്തിനടക്കം അന്നും വാങ്ങണം നിങ്ങൾ ഇതേ IDയിൽ 1000 രൂപയുടെ പർച്ചേസ്. അത് കഴിഞ്ഞാൽ പിന്നെയും അങ്ങോട്ട് 13 മാസം വരും, അവിടെയും ഒരു കട്ട് ഓഫ് വരും. അത് ഉറപ്പിച്ചോ. എല്ലാ വർഷവും നമ്മളെ സംബന്ധിച്ചോളം ഒരു ഡിസ്ട്രിബ്യൂഷൻ ID അവിടെ നിലനിർത്തണമെങ്കിൽ
ഒരു വർഷത്തേക്ക് അവനവന്റെ വീട്ടിലേക്ക് 1000 രൂപയുടെ പർച്ചേസ്. ഇതൊരു വലിയ നിബന്ധനയായിട്ട് കാണേണ്ട ആവശ്യമില്ല. അല്ലാതെ കമ്പനിയെ സംബന്ധിച്ചോളം ഇത് നിങ്ങളുടെ ഡാറ്റ മുഴുവൻ ഒരു സെർവറിനെ കൊണ്ട് ഏറ്റെടുപ്പിക്കേണ്ട ആവശ്യവും കമ്പനിക്കില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഡാറ്റ സൂക്ഷിക്കുന്നതിന് നമ്മളോട് വാടകയൊന്നും ഈടാക്കുന്നില്ല കമ്പനി ഇതുവരെ. നിങ്ങൾ കച്ചവടം ചെയ്താൽ മതി. ആ കച്ചവടം ചെയ്യാനാണ് കമ്പനി ആവശ്യപ്പെടുന്നത്. അപ്പൊ തീർച്ചയായും അതെല്ലാവരും ഉൾക്കൊള്ളുക. ഇനി ഇതുവരെ സ്ഥിരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഐ ഡി ഓൾറെഡി പറയും, ചില ആൾ പറയും ഇതില് ആക്റ്റീവായ ഐ ഡി, ആക്റ്റീവ് അല്ലാത്ത ഐ ഡി എന്ന് കമ്പനി നോക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആക്റ്റീവ് ആണെങ്കിലും അല്ലെങ്കിലും മന്ത്ലി കട്ട് ഓഫ് നിർബന്ധമാണല്ലോ അല്ലേ? നിർബന്ധമാണ്. ആക്റ്റീവ് ആയാലും ആക്റ്റീവ് അല്ലെങ്കിൽ മന്ത്ലി കട്ട് ഓഫ് നിർബന്ധമാണ്. ആക്റ്റീവ് അല്ലാത്ത ആളുകളെ സംബന്ധിച്ചോളം മന്ത്ലി കട്ട് ഓഫ് ബാധിക്കാത്തതിന്റെ കാരണം അവർക്ക് വരുമാനം കൊടുക്കുന്നില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇയർലി കട്ട് ഓഫിന് വരുമാനം കൊടുക്കുന്നില്ല എന്നല്ല പറയുന്നത്, നിങ്ങൾ ഐ ഡി നിലനിർത്തണോ വേണ്ടിയോ എന്നുള്ളതാണ്. അപ്പോ ഇയർലി കട്ട് ഓഫ് ആണ് ഇപ്പൊ കഴിഞ്ഞത്. 1 മാസത്തെ എക്സ്റ്റൻഷൻ ആണ് നമുക്ക് കിട്ടിയത്. അത് 100% വ്യക്തമായി ഉപയോഗപ്പെടുത്തുക. മാക്സിമം ഇനാക്റ്റീവേഴ്സിനെ നേരിട്ട് കണ്ട് ബിസിനസിന്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ഇതിന്റെ ഐ ഡി നിലനിർത്തേണ്ട സാധ്യതകളെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കുകയും, ഇനി ഇയാൾക്ക് വലിയ അത് എന്നിട്ടൊന്നും മൈൻഡ് ചെയ്യുന്നില്ലെങ്കിലും ആ വീട്ടിലേക്ക് ഒരു റീറ്റെയിൽ നടത്തി 1000 രൂപയുടെങ്കിലും പ്രൊഡക്റ്റ് കൊടുത്ത് റീറ്റെയിൽ നടത്തി അവരെ പൈസ കൊണ്ട് തന്നെ റിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതൊരു സുവർണ അവസരമാണ്. കാരണം വേറൊരു കാര്യമുണ്ട്, ഇതിനകത്ത് ചിലപ്പം 10, 50, 100 ഇനാക്റ്റീവ്സ് ഉണ്ടാവും. ഈ ഒരു വിസിറ്റ് കൊണ്ട് അതിലൊരു 10% ആളുകളെ നമുക്ക് തിരിച്ച് ബിസിനസ്സിലേക്ക് ഇറക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വലിയ നേട്ടമാവും. അപ്പോ ഈ ഒരു സമയം ഇനാക്റ്റീവ് വിസിറ്റിനുള്ള ഒരു അവസരമായി എല്ലാവരും ഉപയോഗപ്പെടുത്തി പരമാവധി അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കാൻ പറ്റുന്നതായിരിക്കും കുറച്ചുകൂടെ ഉചിതം.